മക്കളെ, അമ്മ രാവിലെ ചായ കുടിക്കുകയാണ്. എല്ലാ മക്കൾക്കും അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും ചായ കുടിച്ചോ? അപ്പോൾ അമ്മ രാവിലെ ചായ കുടിക്കുകയാണ്. എന്നിട്ട് ചായ കുടിക്കുകയാണ്. പനി കുറച്ച് കുറവുണ്ട്, നല്ല പനി കുറവുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് കാപ്പി ഉണ്ടാക്കണം. ആദ്യം ചായ കുടിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ കിഴങ്ങ് വെച്ചതാ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മസാല അരപ്പ് ചേർക്കാം. കണ്ട കിഴങ്ങിൻ്റെ അരപ്പമ്മ ചേർത്തതിന് ശേഷം നമുക്കൊരു സ്വല്പം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഈ അരപ്പിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ മിക്സിയുടെ അരപ്പും കൂടെ അതിനകത്തോട്ട് അങ്ങോട്ട് കഴുകി അങ്ങോട്ട് ഒഴിക്കാം സ്വല്പം. അതിനുശേഷം നമുക്ക് അരപ്പില്ല നല്ലോണം അങ്ങോട്ട് ഇളക്കാം. കണ്ട കിഴങ്ങ് സൂപ്പർ കിഴങ്ങായിട്ടുണ്ടേ. കണ്ട പിന്നെ അമ്മയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങ് കറിക്കകത്ത് അമ്മ ടേസ്റ്റിനൊരു സംഭവം ചേർക്കും. എല്ലാവരും ശ്രദ്ധിച്ചോളെ. ഇച്ചിരി കൂടെ വെള്ളം ചേർക്കണേ. വെള്ളം കുറവാണ്, സ്വല്പം കുറച്ച് ചേർക്കാൻ മതി. കണ്ട അമ്മ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർക്കുന്ന കിഴങ്ങറിക്കാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്യുണ്ടല്ലേ, ഒരു ചെറിയ സ്പൂൺ, ഒരു കുഞ്ഞ് സ്പൂൺ നെയ്യ് അമ്മ ഇതിനകത്ത് ചേർക്കും. നല്ല ടേസ്റ്റാണ്. അപ്പം ടേസ്റ്റ് പോകാൻ നല്ല മണവുമാണ്. എന്നിട്ട് നമുക്കത് ഇതിനങ്ങോട്ട് ഇളക്കാം. സൂപ്പറായിട്ട് ഇളക്കാം. എന്നിട്ട് ചെറിയ തിരിഞ്ഞിട്ടിട്ട് നമുക്ക് കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ആ ചപ്പാത്തി ചുട്ടിട്ടുണ്ട്. ചപ്പാത്തി പരത്തി ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തത് സൂപ്പർ സോഫ്റ്റ് ചപ്പാത്തി അല്ല, ഒരു അടിപൊളി ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് കിഴങ്ങാനായിട്ട് കഴിക്കാം. ഉപ്പ് നോക്കട്ടെ. ഉപ്പ് സ്വല്പം കുറവുണ്ട്. ഉപ്പ് നീരടിച്ചാൽ മതി. ഉപ്പ് നീരടിക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കിഴങ്ങറി ഉണ്ടാക്കിയാൽ കേട്ടോ. നമ്മുടെ പരിപാടിയെല്ലാം രാവിലത്തെ പരിപാടി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. വേണ്ട ഉപ്പൊഴിച്ച് നമുക്കിതൊന്ന് ഇളക്കാം. സൂപ്പർ ടേസ്റ്റിനുള്ള അടിപൊളി തിക്ക് ഗ്രേവിയിലുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് മതിയായിരുന്നു. കണ്ട ഇത് ഇടിയപ്പത്തിനും അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും സൂപ്പർ. ഇത് കിഴങ്ങറി ഇടയ്ക്കിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ട അപ്പം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടല്ലോ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് ചപ്പാത്തി കഴിക്കാം. പാത്രം എടുത്തിട്ട് അമ്മ ആദ്യം ഒന്ന് ആ സൂപ്പർ നല്ല പഞ്ഞി പോലുള്ള ചപ്പാത്തി അടിപൊളി ചപ്പാത്തി 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. എന്താ നല്ല അടിപൊളി കിഴങ്ങറി. നമുക്ക് കിഴങ്ങറി ഇതിനകത്തോട്ട് കഴിക്കാം. കണ്ട തിക്ക് ഗ്രേവിയിലുള്ള കിഴങ്ങറി. നമുക്ക് സൂപ്പർ ചപ്പാത്തിയും അടിപൊളി കിഴങ്ങറി. അപ്പോൾ ഇതാണ് അമ്മയുടെ രാവിലത്തെ ആഹാരം. അപ്പം അമ്മ കഴിക്കട്ടെ. ചപ്പാത്തി പറയാ നല്ല ചപ്പാത്തിയാണ്. നെയ്യ് ഒഴിച്ച ചപ്പാത്തി ചുട്ട് ചൂട് കിഴങ്ങറിക്കകത്തോട്ട് വെച്ച് അടിപൊളി സൂപ്പർ കിഴങ്ങറി അടിപൊളി ചപ്പാത്തി. അപ്പം എല്ലാവരും രാവിലെ ആഹാരമൊക്കെ കഴിച്ചോ? എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ രാവിലത്തെ ആഹാരം? അമ്മയ്ക്ക് പനിയുണ്ട്, കുറവുണ്ടെന്നാലും അപ്പം ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഗുളികയൊക്കെ കഴിച്ചിട്ട് ആവി പിടിക്കണം. അപ്പം ചപ്പാത്തി കഴിക്കട്ടെ. അപ്പോഴും നമുക്ക് നല്ല ചാള കിട്ടിയിട്ടുണ്ട് കറി വെക്കാന്നുണ്ട്. ചാള കണ്ട ചാള വലിയ ചാളയെന്ന് പറഞ്ഞാൽ 2 ചാള. കുറച്ച് ചാള അമ്മ കറിക്കെടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വറുക്കാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ കറിക്ക് തേങ്ങ അരച്ചായിരുന്നു ചാള കറി വെക്കുന്നത്. തക്കാളി, ചെറിയൊരു കുഞ്ഞു മാങ്ങ, 4 പച്ചമുളക്, ഇത് ഉപ്പ്, പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ അരച്ചത്
അപ്പം നമുക്ക് ചട്ടി അമ്മ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി, നമുക്ക് അതിലോട്ട് അരപ്പൊഴിക്കാം. ഇപ്പം ബാക്കി അരപ്പിൻ്റെ ഈ വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഒഴിച്ചിട്ട് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കാം. കണ്ട വെള്ളം കൂടി അതിനകത്തൊക്കെ ഒഴിക്കാം. വേണ്ടേ കണ്ട ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിക്കാം. ആ വെള്ളം കുറവാണ്. ഇത്രയും വെള്ളം കൂടി ഒഴിക്കാം. മീൻ വേവണ്ടേ. എന്നിട്ട് നമ്മൾ അതിലോട്ട് 2 ഉടങ്കല്ലി മുളക് കീറിയത്, ഉപ്പ്, തക്കാളി, മാങ്ങ, ആ മാങ്ങാണ്ടി എല്ലാം ഇടുക. ഇതെല്ലാത്തിനും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് ഇളക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നോക്കട്ടെ അരപ്പിന് ഉപ്പ് ലേശം കൂടെ ഉപ്പ് വേണം. ലേശം ഉപ്പ് കൂടെ നമുക്ക് ഒഴിക്കാം. ഇനി നമ്മളെ ചട്ടി, മീൻ വറുക്കാനുള്ള ചട്ടി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് മീൻ വറുക്കുന്നത് മൺചട്ടിയില്ല കേട്ടോ. നമുക്ക് കുറച്ചെണ്ണ ഒഴിക്കാം, ഇച്ചിരി വേണം. എന്നിട്ട് നമുക്ക് ചട്ടി നമുക്ക് നല്ലോണം ചുറ്റാം. നല്ലോണം ചുറ്റാം. ഈ ചുറ്റുമ്പോൾ ഈ എല്ലായിടത്തും അത് പിടിക്കും. അതിനുശേഷം നമുക്ക് ചാള ഉണ്ട്, അരപ്പൊക്കെ ചേർത്ത് സെറ്റായിട്ട് നമുക്ക് ചാള ഓരോന്നോട്ട് ഇട്ട് കൊടുക്കാം. അല്ല ഓരോ ചാള കഷ്ണങ്ങളും ചാളകളൊക്കെ ഇട്ട് കൊടുക്കാം. അല്ല ഈ ചാള എന്നിട്ട് നമുക്ക് തിരി കൂട്ടി കൊടുക്കാം. ചാള അവിടെ നിന്ന് മൊരിയിട്ട് അപ്പോഴത്തേനും നമുക്ക് മീൻ കറിക്ക് ഇടാണ്ട് കറി അരപ്പ് തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പം മീൻ അവിടെ എടുത്ത് ഒരു വെള്ളമോടെ കളറിട്ട് തിളച്ചെടുക്കാം. മീനൊന്നും കഷ്ണങ്ങളാക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഇടുവാട്ടോ. അതാണ്ട് കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. തിളക്കട്ട് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ പറക്കിയിടാം. ഇപ്പം വെട്ടി തിളക്കും. അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് മീനിട്ട് കൊടുക്കാം. എന്താ ഓരോ മീനും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഈ മീനിങ്ങനെ താത്ത് കൊടുക്കാം. ഇത് കിടന്ന് വേവട്ടെ. കറി അപ്പോൾ നമ്മൾ ചാള അല്ല, ചാള വറുക്കുക. അപ്പോൾ ഒരു വശം നല്ലോണം മൊരിഞ്ഞതിന് ശേഷം നമുക്ക് പിടിച്ചിടാം. നല്ല മൊരിയട്ടെ, ചാള വേവട്ടെ. അപ്പോഴെല്ലാ മക്കളും ചോറൊക്കെ കഴിച്ച ഉച്ചയ്ക്ക്. അപ്പം അമ്മ ചോറ് കഴിക്കാൻ പോവുകയാണ്. ദാണ്ടെ ചോറ്. അമ്മ ചോറ് ദാണ്ടെ പാത്രത്തിലോട്ട് ചോറ് വിളമ്പുന്നു. ചോറ് പിന്നെ നമ്മുടെ 2 കിഴങ്ങ് എടുത്ത് വിഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട്. കിഴങ്ങ് വിഴുക്ക് അതെ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വിഴുക്ക് വരട്ടിയത്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചാളക്കറി. എന്താ സൂപ്പർ ചാളക്കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. എന്താ നല്ല അടിപൊളി ചാളക്കറി. അപ്പം നമുക്ക് ചാളക്കറി അങ്ങോട്ട് മാങ്ങാണ്ടിയും ചാള കണ്ട ചാളക്കറിയും അങ്ങോട്ട് ഒഴിച്ച് സൂപ്പർ ചാളക്കറി. പിന്നെ നമ്മുടെ മീൻ വറുത്തത് മുളക്. അപ്പം നമുക്ക് ഒരു മുളക് കൊടുക്കാം, ഒരു മീൻ വറുത്തത് കൊടുക്കാം. കണ്ട
ഇത്രയാണ് അമ്മയുടെ ഉച്ചത്തെ ആഹാരം. ചോറ്, മീൻ ചാള വറുത്തത്, കിഴങ്ങ് വിഴുക്ക്, ആ മുളക്. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ഊണ് കഴിക്കാൻ പോവുകയാണ്. എല്ലാ മക്കളും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് അപ്പം അമ്മ അവിടെ പോയിരുന്നു സമാധാനം ചോറ് കഴിക്കട്ടെ. ഓക്കെ. അപ്പോഴേ മക്കളെ അമ്മ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളെ ചെടികൾക്ക് സ്റ്റാൻഡ് ഉണ്ടല്ലോ, 4 സ്റ്റാൻഡ് 290 രൂപയെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇന്നത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം. കൊള്ളാമോ? എത്ര സ്റ്റാൻഡ് ഉണ്ടെന്ന് അറിയത്തില്ല. 4 സ്റ്റാൻഡ് എന്നാണ് അന്ന് നീ പറഞ്ഞത്. ഇപ്പോൾ 4 സ്റ്റാൻഡ് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ. ഞാൻ 4 സ്റ്റാൻഡാണ് ഓർഡർ ചെയ്തത്. ഡെലിവറി ചാർജ് ഉൾപ്പെടെ 190 രൂപയായിരുന്നു. പക്ഷെ 4 സ്റ്റാൻഡ് ഇതിനകത്ത് കാണുന്നില്ല. നോക്കട്ടെ. ഇങ്ങനെയാണ് സംഭവം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നോക്കട്ടെ, പൊട്ടിച്ച് നോക്കട്ടെ. ഈ സ്ക്രൂ ഏതാണ്ടുണ്ട് സംഭവം. അടിയിലിടുന്ന സ്ക്രൂ. നല്ല വിലയൊക്കെ ഉണ്ട് കമ്പിക്ക്. പക്ഷെ 4 സ്റ്റാൻഡാണ് 290 രൂപയെന്ന് പറഞ്ഞത് കേട്ടോ. പക്ഷെ ഇതിപ്പോൾ എത്ര സ്റ്റാൻഡ് ഉണ്ടെന്ന് അറിയാൻ വയ്യ. നോക്കാം. അപ്പോഴാ ചെടി വെക്കുന്ന സ്റ്റാൻഡ് 4 എണ്ണം ഉണ്ട് കേട്ടോ മക്കളെ. അമ്മച്ചി ഇതാണ്ട് അതെല്ലാം ഇതിനകത്ത് വാഷറുണ്ട്. വാഷറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഇതിനകത്ത് 4 സ്റ്റാൻഡുണ്ട്. അത്യാവശ്യം നല്ല ബലമൊക്കെ ഉണ്ട് കേട്ടോ, ക്വാളിറ്റി ഉണ്ട്. അപ്പം 4 സ്റ്റാൻഡിന് 290 രൂപയാണ്. 4 സ്റ്റാൻഡിന് കൊള്ളാം, കുഴപ്പമില്ല, നല്ല ബലമുണ്ട്. ഇനി അമ്മ ഇത് ചെടി വെച്ചതിന് ശേഷം, ചെടിച്ചട്ടി ഇതിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോഴേ അമ്മ താണ്ട് ചട്ടി വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡ് വെച്ച്. അപ്പം കുറച്ച് ചെടികളെ 4-5 ചട്ടി അമ്മ വെച്ചിട്ടുണ്ട്. ബാക്കി സ്റ്റാൻഡ് ഇരിപ്പുണ്ട്. നമുക്കത് പിന്നെ വെക്കാം ചെടി മേടിച്ചിട്ട്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല രസമുണ്ട് സംഭവം. കണ്ട, കൊള്ളാം. അപ്പോഴേ അമ്മ ഇനി 4 മണിക്കുള്ള പരിപാടി നോക്കട്ടെ. അപ്പം നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കാം. കുഴക്കട്ട ഉണ്ടാക്കാനേ നമുക്ക് അരിയുടെ കുഴക്കട്ട ഉണ്ടാക്കാം. അതിന് വേണ്ടി അപ്പം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി മാവെടുക്കട്ടെ. അരിപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. മാവെടുത്തിട്ട് ഉണ്ടാക്കി കാണിക്കാം. അപ്പോഴേ നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കാനായിട്ട് അരിമാവ് വേണ്ട. ചൂടുവെള്ളത്തിൽ നെയ്യും ഇട്ട്, പിന്നെ ചൂടുവെള്ളത്തിൽ എല്ലാം നെയ്യ് അരിപ്പൊടിക്കകത്തിട്ട്, പിന്നെ ഉപ്പും ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുവാണേ. പിന്നെ തേങ്ങ തിരുമ്മി വെച്ചിട്ട് ശർക്കര ഏലച്ചേട മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട് കുഴക്കട്ടയ്ക്ക്. അപ്പോൾ അമ്മ ഇത് ഞങ്ങൾ കുഴച്ചതിന് ശേഷം കാണിക്കാം. അപ്പം ദാണ്ടേ അമ്മ കുഴക്കട്ടയ്ക്കുള്ള മാവൊക്കെ കുഴച്ച് റോളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരയും തേങ്ങയും അമ്മ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴക്കട്ടൊക്കെയുള്ള ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചിട്ടുണ്ട് പാനിൽ. അപ്പം അമ്മ കുഴക്കട്ട ഓരോന്നും ഉണ്ടാക്കാം. കുഴച്ച് വെച്ചേക്കുന്ന മാവുണ്ടല്ലോ, അതാണ്ടേ കയ്യിലോട്ട് വെച്ചിട്ട് കുഴക്കാം. ഇങ്ങനെ ചെറിയ കുഴി ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ ഫില്ലിങ്സ് ഇടാം. കണ്ട,
ഇതിലിട്ടിട്ട് ഇങ്ങനെ നമുക്ക് മറക്കാം. കണ്ട എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കണം. കേട്ടാ അത് വെച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം അടുത്തത്